ഒരിക്കൽ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞത്, ഗുരുവേ, മുഹമ്മദ് ബിൻ അദ്ഹം എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ മരണാസന്നനായി കിടക്കുകയാണ്. അദ്ദേഹം താങ്കളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഉടനെ താങ്കൾ അവിടം വരെ വരണം. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോടൊപ്പം മരണാസന്നനായി കിടക്കുന്ന ഈ മുഹമ്മദ് ബിൻ അദ്ഹമിൻ്റെ വീട്ടിൽ കടന്നു ചെല്ലും. ഹസൻ ബസരിയെ കണ്ട് അദ്ദേഹം പറയും, എൻ്റെ കട്ടിലിൻ്റെ കീഴെ ഒരു ഇരുമ്പ് പെട്ടിക്കുള്ളിൽ 80,000 ദീനാറുകൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളത് ആവശ്യക്കാർക്ക് വീതം വെച്ച് കൊടുക്കണം എന്നതാണ് ഹസൻ ബസരിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ജീവിതകാലത്ത് നിങ്ങൾ ഈ സമ്പത്തിനെ ദാനധർമ്മം ചെയ്യാതിരുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ദാനധർമ്മം ചെയ്താൽ ദരിദ്രനാകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. ബന്ധുക്കളായ ആളുകൾ ഇതിനെ തട്ടിപ്പറിക്കുമെന്ന് ഞാൻ ഭയന്നിരുന്നു എന്ന് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് അദ്ദേഹം പറയും. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവത്തെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ചത്, നബിയെ, ഞാൻ ചെയ്യുന്ന ഏത് ധർമ്മമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ദാരിദ്ര്യത്തെ ഭയക്കുന്ന വേളയിൽ, നിനക്ക് സമ്പത്ത് ആവശ്യമുള്ള അവസ്ഥയിൽ നീ നിന്റെ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ കുറഞ്ഞു പോകുമെന്ന പേടിയോ കൊടുത്താൽ ആവശ്യക്കാരേറി വരുമോ എന്നുള്ള ഭയമോ നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ, കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾ നടക്കുകയില്ല എന്ന ചിന്തയോ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്നുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തരം ദാനധർമ്മങ്ങളാണ് അള്ളാഹുവിന് മുമ്പിൽ ഏറ്റവും പ്രിയങ്കരമെന്നുള്ളതാണ്.